ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പേര് ഹിമ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീട്ടിലെ കുറച്ച് സാധാരണ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എങ്ങനെ കാർബോക്സി ഫേഷ്യൽ ചെയ്യാമെന്ന് നോക്കിയാലോ. ഈ ഫേഷ്യൽ നമ്മുടെ സ്കിന്നിനെ ക്ലീൻ ആക്കാനും ഫ്രഷ് ലുക്ക് നൽകാനും ഒരു ഗ്ലോ ലഭിക്കാനും സഹായിക്കും കേട്ടോ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോം റെമഡി ആണ്. എല്ലാവരുടെയും സ്കിൻ ഒരുപോലെയല്ല. അപ്പോൾ ഇങ്ങനത്തെ ഹോം റെമഡീസൊക്കെ പരീക്ഷിച്ച് നോക്കുന്നവർ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് നല്ല ക്ലീൻ ആക്കി ഫേസ് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ ഒന്നുകൂടെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റോ മിൽക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് റോ മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് ഒരു കോട്ടൺ തുണി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റോ മിൽക്ക് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും നല്ലപോലെ സോഫ്റ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്റ്റീമിങ്. ഇവിടെ ഞാനൊരു 3 to 5 minutes ആയിട്ട് സ്റ്റീം ചെയ്യുന്നത്. ഇത് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ചെയ്യാനും ഫേഷ്യൽ ചെയ്യാനായിട്ട് സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രബ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ റൈസ് ഫ്ലോർ, 1 ടീസ്പൂൺ ഹണി, പിന്നെ കുറച്ച് മിൽക്കും. അത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാനും പിന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് സ്മൂത്ത് ആവാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതൊരു 1 മിനിറ്റോളം സ്ക്രബ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് വെള്ളം നനച്ചിട്ട് അതൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കാർബോക്സി ഗ്ലോ പാക്ക്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ കോഫി പൗഡർ, 1 ടീസ്പൂൺ കേർഡ്, 1 ടീസ്പൂൺ അലോവേര ജെൽ, പിന്നെ കുറച്ച് റൈസ് ഫ്ലോറും. ഇതെല്ലാം ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ മിക്സിങ് കാണിക്കാത്തത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കുന്നത് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റിഫ്രഷ് ചെയ്യാനും ഡള്ളായിട്ടുള്ള സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഈ പാക്കൊക്കെ എൻ്റെ കൈ വെച്ചിട്ട് തന്നെയായിട്ട് ഇട്ട് കൊടുക്കണത്. വേണമെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ഏരിയയിലേക്കൊന്നും വരാതെ നോക്കണം കേട്ടോ. പിന്നെ ഒന്നോടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതുപോലത്തുള്ള പാക്കും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ എന്തെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ വല്ല പുകച്ചിൽ പോലെയൊക്കെ തോന്നുവാണെങ്കിൽ അപ്പം തന്നെ വാഷ് ചെയ്ത് കളയണം കേട്ടോ. കാരണം എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ അല്ല, എല്ലാവർക്കും എല്ലാം സ്യൂട്ട് ആവണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഈ പാക്ക് ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. അതിന് ശേഷം ഒന്ന് നനച്ച് കൊടുത്തിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കഴുകിക്കളയാം കേട്ടോ. ഈ മസാജിലൂടെ നമ്മുടെ സ്കിന്നിന് ഒരു ഹെൽത്തി ഗ്ലോ വരും കേട്ടോ. അടുത്തതും ഒരു ഫേസ് പാക്ക് ആട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കടലമാവ്, 1 ടീസ്പൂൺ കേർഡ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. കടലമാവ് പറ്റാത്തവർക്ക് വേണമെങ്കിൽ മുൾട്ടാണി മിട്ടിയോ അല്ലെങ്കിൽ ഓട്ട്മീൽ, അതുപോലെ തന്നെ റൈസ് ഫ്ലോറൊക്കെ എടുക്കാം കേട്ടോ. ഈ പാക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ലപോലെ കാമാവുന്നത് പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ. മാത്രമല്ല നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവുകയും ചെയ്യും. ഇതൊരു 10 to 15 minutes മാത്രം വെച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് കഴുകിക്കളയാം കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ. അതിന് വേണ്ടിയിട്ട് ഞാൻ അലോവേര ജെല്ലാട്ടോ ഉപയോഗിക്കുന്നത്. ഡേ ടൈമിലാണ് നമ്മൾ ഈ പാക്ക് ഇടുന്നതെങ്കിൽ മോയ്സ്ചറൈസർ കഴിഞ്ഞ് മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റിസൾട്ട്. ഞാൻ കുറച്ചുകൂടെ ലൈറ്റ് ഉള്ളിടത്ത് നിന്നു മാത്രമേ ഉള്ളൂ. ഫേസ് നല്ല ഫ്രഷും സോഫ്റ്റ് ആയതുപോലുള്ളൊരു ഫീൽ കിട്ടിയിട്ട് എനിക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.